ശിവദ ചേച്ചി ക്യാരക്ടറിനെ കുറിച്ച് പറയും. ക്യാരക്ടറിൻ്റെ പേര് സരിക എന്നാണ്. സരിക ഒരു IT പ്രൊഫഷണലാണ്. വേറെന്താ പറയണേ? അത്രേ പറയാമല്ലോ. ഫുൾ സ്റ്റോപ്പ്. ഓൾറെഡി ഒരു IT പ്രൊഫഷണൽ അല്ലേ? നമ്മുടെ റിയൽ ലൈഫിൽ ഒരു IT പ്രൊഫഷണൽ സിനിമയുടെ പാഷനായിട്ട് സിനിമയെ എനിക്ക് ഇത് പ്ലേസ്മെന്റ് ആയിരുന്നു 2 കമ്പനിയിൽ. ബട്ട് എനിക്കൊരു ദിവസത്തെ വർക്കിംഗ് എക്സ്പീരിയൻസ് പോലും ഇല്ല. അല്ല സത്യാവസ്ഥ പറയാം. എങ്ങനെ ഉണ്ടായിരുന്നു ഇവിടെ ഒരു IT പ്രൊഫഷണലായി? കുഴപ്പമുണ്ടായില്ല. പ്രത്യേകിച്ച് കോഡിംഗ് ഒന്നും വേണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് കുഴപ്പമുണ്ടായില്ല. അവിടെ ജോലി ചെയ്യുന്നതിനേക്കാളും പല ജോലികൾ അവൾ ആ വീട്ടിൽ ചെയ്തിട്ടുണ്ട്. അതാണ് സിനിമ. ഏകദേശം കിട്ടി വരുന്നു. ഞാൻ കൂടുതൽ പറയണ്ടല്ലോ. സരികയുടെ ഹസ്ബൻഡ് എന്ന് വിചാരിക്കുന്നു കഥയില്. ആണോ? അതെങ്കിലും അത് പറയോ? അങ്ങനെയും പറയാം. പേര് ശരൺ. നിങ്ങൾ ഓൾറെഡി 12th മാനില് ഒരു നല്ല ഭാര്യയായിരുന്നു. അപ്പൊ ഈ സിനിമയിൽ ഒരുമിച്ച് വന്നപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? അതാണല്ലോ എന്റെ ഒരു കംഫർട്ട് സോൺ എന്ന് പറയുന്നത്. ഞങ്ങൾക്ക് നല്ലൊരു റൊമാൻറ്റിക് പടം ചെയ്യണമെന്നുണ്ട് അല്ലേ? വീണ്ടും ത്രില്ലർ ആണല്ലോ തേടി വരുന്നത്. ത്രില്ലർ കൺവേ ഞങ്ങൾക്ക് ഭയങ്കര എളുപ്പമാണ്. എങ്ങനെയാണ് ഉള്ളിൽ എപ്പോഴും മിസ്റ്ററി ആണോ? അല്ല, അങ്ങനെ എന്നാലും കൊള്ളാം. ചന്തുചേട്ടനെ സംബന്ധിച്ച് ആദ്യത്തെ സിനിമ 18ാം പടി അല്ല. ആദ്യത്തെ സിനിമ ഹിമാലയത്തിലെ കശ്മലൻ. 18ാം പടി രണ്ടാമത്തെ സിനിമ 18ാം പടി ത്രില്ലർ അല്ല. അതൊരു ഓളമുള്ള സ്കൂളൊക്കെ ബേസ് ചെയ്തൊരു സിനിമയല്ലേ. അതൊരു മാസ് ആക്ഷൻ പരിപാടിയാണല്ലോ, ത്രില്ലർ അല്ല. ഞാൻ സെലക്ട് ചെയ്യുന്നതേ അല്ല. നമ്മളിങ്ങനെ നമ്മുടെ ഫ്രണ്ടിൽ 1000 കഥ കൊണ്ടിരിക്കുന്നില്ലല്ലോ ആരും. നമുക്കൊരു 10 കഥ നല്ല കഥ വന്ന് അതിനകത്ത് ഒരു 5 മാറ്റി. ഇല്ല, അതൊക്കെ ഫിനിക്സിലൊക്കെ ത്രില്ലർ അല്ലല്ലോ. ഫിനിക്സിൽ ഇപ്പൊ എത്തി നിൽക്കുമ്പോൾ ഒരു റൊമാൻറ്റിക് ഹീറോ ആയിട്ടല്ലേ നിൽക്കുന്നത്. അല്ലെങ്കിൽ അതിൻ്റെ അകത്തൊരു നിരാശാകാമുകനോ നശിച്ചു പോയ നഷ്ടപ്രണയത്തിന്റെ വക്താവഘട്ടത്തിൽ നിൽക്കുന്നത്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ക്യാരക്ടറല്ലേ ഫിനിക്സ്. അപ്പം മാലിക്കും അങ്ങനെ ഒരു പോലീസും. അപ്പൊ ത്രില്ലർ ഇപ്പൊ 2-3 സിനിമകൾ ത്രില്ലിംഗ് സിനിമകളായതുകൊണ്ടായിരിക്കും അങ്ങനെ എനിക്ക് അത്രയും സിനിമകൾ വരുന്നത്. സെലക്ഷൻ ഒന്നും അല്ല. വരുന്ന സിനിമകൾ നല്ല സിനിമകൾ അതാകുന്നതുകൊണ്ടാണ്. അല്ലാതെ എനിക്ക് വേറെ സിനിമകളൊക്കെ വന്നിട്ടുണ്ട്. ഇത് നിങ്ങൾ കാണുന്നില്ലേ, മുണ്ട് ഷർട്ടൊക്കെ ഇട്ട്. പിന്നെ പക്ഷെ ഇതിൻ്റെ അകത്തൊരു ഇപ്പൊ മുമ്പ് ഞാൻ പറഞ്ഞ പോലെ ഫീനിക്സിന് മുമ്പ് ഷൂട്ട് ചെയ്ത സിനിമയാണ് സീക്രട്ട് ഹോം. പക്ഷെ ഇറങ്ങുമ്പോൾ ഫിനിക്സിന് ശേഷം ഇറങ്ങുന്നത്. അപ്പം എനിക്ക് ആ ഷിഫ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. ഫിനിക്സിലെ ഫ്രെഡിയേ അല്ല ശരൺ. യു കനോട്ട് സീ എനി ട്രേറ്റ് ഓഫ് ഫ്രെഡി. അതിൻ്റെ അല്ലെങ്കിൽ 12th മാനിലെ എന്താണ് ആ ക്യാരക്ടറിന്റെ പേര്? എന്താണ്? സ്വന്തം ഭർത്താവിന്റെ പേര് ഞാൻ മറക്കരുത്. അപ്പോൾ അതിൽ പിന്നെ 12th മാനിലെ ക്യാരക്ടർ പോലെ അല്ല. അപ്പൊ ഇതിന്റെ ട്രേറ്റ്സേ വേറെ. ഈവൻ ദോ നമ്മൾ ഇതിന്റെ ത്രില്ലർ ആൻഡ് ഈ സിനിമ നമുക്ക് ത്രില്ലർ എന്നല്ല വിശേഷിപ്പിക്കണം. ഇതൊരു ഫാമിലി ക്രൈം ഡ്രാമ എന്ന് തന്നെ പറയണം. ത്രില്ലിംഗ് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ പ്രോസസ്സോ അങ്ങനെ ഒന്നുമില്ല. ലീഡ് ടു ഒരു സത്യം പുറത്ത് ഏതോ ഒരു പുതിയ സത്യം കൊണ്ടുവരാനുള്ള ശ്രമം എന്നല്ലാതെ അതിനകത്തൊരു ത്രില്ലർ അല്ല. ജോണർ ഫാമിലി ക്രൈം ഡ്രാമയാണ്. ഈ സിനിമ എങ്ങനെയാണ് സെലക്ട് ചെയ്യാൻ? ഒന്നുമില്ല, പുള്ളി വന്ന് കഥ പറഞ്ഞു. ഈസി പ്രോസസ്. കഥ പറയുന്നു, നല്ലതായിട്ട് കൺവിൻസ് ആകുന്ന കഥ, നല്ല രസമുള്ള പിന്നെ എന്താ പറയുന്ന കഥ പറച്ചിലാണ് ഇവരുടെ. ചേട്ടൻ്റെ ആയാലും അനിൽകുര്യൻ അനിലേട്ടൻ്റെ ആയാലും ഒക്കെ. അപ്പോൾ എനിക്ക് ആ കഥ അതിൻ്റെ കോണ്ടന്റ് വർക്കായി, അതുകൊണ്ട് ചെയ്തത്. അബീസർ ഒരു IT പ്രൊഫഷണൽ ആയതുകൊണ്ടാണോ ശിവദ ചേച്ചിക്ക് ഒരു IT പ്രൊഫഷണലിന്റെ ക്യാരക്ടർ ബാക്ക്ഗ്രൗണ്ട് കൊടുത്തത്? ഞങ്ങൾ ചോദിച്ചു, 2 പേരും IT പ്രൊഫഷണൽസാ. ഇതിന്റെ കുറെ മിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ നടന്നതാണ്. ആ മനുഷ്യന്റെ ജീവിതത്തിൽ അടക്കം ഒരു സാധ്യതയില്ലാത്തൊരു സ്റ്റോറിയായത്. അങ്ങനെയാണോ? അത് റിയൽ സ്റ്റോറി എന്ന് പറയുന്നത് നമുക്ക് സമൂഹത്തിൽ നടക്കുന്ന ക്രൈം സംഭവങ്ങൾ ഒക്കെ റിയൽ സ്റ്റോറി. അത് നമ്മുടെ ജീവിതത്തിൽ നടക്കണമെന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു സബ്ജക്റ്റിനെ എടുത്തു. പിന്നെ IT കാര്യം ശിവദ IT പ്രൊഫഷണലായിരുന്നു അല്ലെങ്കിൽ IT പ്രൈസ്മെന്റ് ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ലായിരുന്നു. അത് നമ്മൾ കഥയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞത്. ശരിക്കും പറഞ്ഞൊരു സത്യം അറിയോ, എനിക്ക് പ്ലേസ്മെന്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞതാണ്. അപ്പോൾ പെർഫോമൻസ് ആയിരുന്നു അത്യാവശ്യം ഞങ്ങൾക്ക് വേണ്ടിയിരുന്നത്. ഈ ക്യാരക്ടേഴ്സ് പെർഫോം ചെയ്യുന്നവരാവണം എന്നൊരു നമുക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഓരോ ആർട്ടിസ്റ്റിലേക്കും പോകാണ്ടായ റീസൺ. ഈ ക്യാരക്ടർ ഇയാൾ ചെയ്താൽ നന്നായി. ഇപ്പോൾ ചന്തുവിൻ്റെ ക്യാരക്ടർ നമുക്കുണ്ടായിരുന്നൊരു ചലഞ്ച് ഉണ്ടായിരുന്നു, ഇവർ ഈ ക്യാരക്ടർ ചെയ്യുമോ എന്നുള്ളത്. അത് ഫോർ എക്സാമ്പിൾ ചില ക്യാരക്ടേഴ്സ് ചെയ്യാനായിട്ട് പല ആളുകൾക്ക് ഓക്കെ ഇത്
ഒരു നെഗറ്റീവിൻ്റെ ലെവലൊക്കെ അനുസരിച്ചാണല്ലോ തീരുമാനിക്കുക, ഇത് വേണ്ട എന്ന് തീരുമാനിക്കാം, അത് ഇമേജിനെ ബാധിക്കും എന്നൊക്കെ തോന്നുന്ന പല ആർട്ടിസ്റ്റുകളുണ്ട്, ഞങ്ങൾ കണ്ടിട്ടുണ്ട്, ഞങ്ങൾക്ക് അറിയാം. അപ്പോൾ അങ്ങനെ ഒരു ഇതുണ്ട്. പക്ഷേ ഓക്കെ, ഡിനേ ചെയ്യുവാണെങ്കിലും അറ്റ്ലീസ്റ്റ് നമ്മൾ ഫസ്റ്റ് വേണ്ട ആളെ അപ്രോച്ച് ചെയ്തു, അവരോട് കാര്യം പറഞ്ഞു, എന്നിട്ട് അവർക്ക് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ വിൽ ഗോ ടു ദ നെക്സ്റ്റ് പേഴ്സൺ. പക്ഷേ അങ്ങനെ പറയുമ്പോൾ അത് കൺവിൻസ്ഡ് ആയിട്ട് ചെയ്യാൻ കാണിക്കുമ്പോൾ അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാണിച്ചപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ത്രില്ലായിപ്പോയി. ശരിക്കും പറഞ്ഞാൽ അനു ആയാലും ചന്തു ആയാലും ശിവത ആയാലും അവരുടെ ക്യാരക്ടറിന് പിന്നെയും അത്ര പ്രശ്നമില്ല, നെഗറ്റീവ് ആയ ഷെയ്ഡ് ഉണ്ടെങ്കിലും തമ്മിൽ ഭേദമാണെന്ന് പറയാം. പക്ഷേ ബാക്കി 3 പേർക്കും ഉള്ള ക്യാരക്ടേഴ്സിൻ്റെ ലെവൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള സംഭവങ്ങളാണ്. അപ്പോൾ അവർ വേണമെങ്കിൽ ഇത് ഇത്രയും സംഭവം ഞാൻ ചെയ്യുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാമായിരുന്നു. പക്ഷേ അവരത് അതിൻ്റെ കണ്ടൻറ്റിൻ്റെ വാല്യൂ മനസ്സിലാക്കി ആ ക്യാരക്ടർ ചെയ്താൽ അതിൻ്റെ പെർഫോമൻസ് സാധ്യതകൾ മനസ്സിലാക്കിയിട്ടായിരിക്കും അവരത് ടേക്കപ്പ് ചെയ്തത്.